ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് പുതിയൊരു പേപ്പർ ക്രാഫ്റ്റ് ചെയ്ത് നോക്കിയാലോ. കുറേ ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട്. ആദ്യമായിട്ടാണ് ഒരു ക്രാഫ്റ്റ് വർക്ക് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും താല്പര്യമുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു പേപ്പർ ക്രാഫ്റ്റാണിത്. ആദ്യം തന്നെ ഒരു ഇഷ്ടമുള്ളൊരു പിക്ചർ ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് ഒരു പീകോക്കിനെയാണ്. അത് പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് ചാർട്ട് പേപ്പറിലോ കാർഡ്ബോർഡിലോ ഒട്ടിച്ചെടുക്കാം. അതിനുശേഷം പേപ്പർ സ്ട്രിപ്സ് ഗ്രീൻ കളറിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനെ ചെറിയതാക്കി കട്ട് ചെയ്തുകൊണ്ട് ഫെവിക്കോൾ വെച്ചിട്ട് അത് ഒട്ടിച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. കുറച്ച് ആദ്യമൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ഗ്യാപ്സൊക്കെ ഉണ്ടാവുമെങ്കിലും ക്രമേണ വളരെ ശ്രദ്ധിച്ച് എല്ലാ ഗ്യാപ്സും പേപ്പർ വെച്ചിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് കയ്യിൽ പശയാവും എന്നുള്ള ടെൻഷൻ ഉണ്ട് വെച്ചാൽ ഇതുപോലെ പെൻസിൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്നത് ഗ്ലൂവിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം പേപ്പർ സ്ട്രിപ്സ് ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നതായിരിക്കും ഒന്നും കൂടി എളുപ്പം. പ്രത്യേകിച്ച് കുട്ടികൾക്ക് അതൊരു സൗകര്യമായിരിക്കും ചെയ്തെടുക്കാനായിട്ട്. കുറച്ച് ക്ഷമയോടുകൂടി ചെയ്തെടുക്കേണ്ട ഒരു വർക്കാണിത്. എന്നാൽ മാത്രമേ അതിൻ്റേതായിട്ടുള്ള ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ ഞാൻ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് പാർട്ട് 1 പാർട്ട് 2 എന്നുള്ള രീതിയിലായിരിക്കും ഇത് ഞാൻ പോസ്റ്റ് ചെയ്യാം. കാരണം മുഴുവൻ വർക്ക് ചെയ്തു വരുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആവും. അപ്പോൾ അത് മുഴുവൻ പോസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇതിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നതെല്ലാം വർക്ക് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ്. അടുത്തത് ബാക്കിയുള്ള കംപ്ലീറ്റ് 2-ൽ പോസ്റ്റ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാവരും ക്ഷമയോടുകൂടി കാത്തിരുന്ന് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ ഒഴിവ് സമയങ്ങളിലെല്ലാം ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകൾ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനൊരു ക്രാഫ്റ്റ് ടീച്ചറും കൂടിയാണ്. പക്ഷേ എൻ്റെ യൂട്യൂബ് ചാനലിൽ ക്രാഫ്റ്റ് മാത്രമായിട്ട് ഇപ്പോൾ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഒരു വീഡിയോ. ഇതിനു മുമ്പ് പച്ചക്കറി എന്തൊക്കെയോ എനിക്ക് മനസ്സിൽ തോന്നിയത് ഞാൻ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഒരു പ്രത്യേക ഐറ്റം എന്ന് മാത്രമായിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇനി ആയിട്ടുള്ളൊരു യൂട്യൂബ് ചാനലാക്കി മാറ്റണം എന്നുള്ളൊരു താല്പര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ക്രമേണ അങ്ങനെ തന്നെ ആയിരിക്കാം. ഇനി ഇടയ്ക്ക് വല്ല പച്ചക്കറി കൃഷി കയറി വന്നാൽ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നും ഞാൻ കരുതുന്നു. ഞാനിതിൽ ഒരുവിധം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ഇനിയും കുറച്ച് ഗ്യാപ്സ് ഉണ്ട് ഒട്ടിക്കാനായിട്ട്. ആ ഗ്യാപ്പുകളെല്ലാം ഫില്ല് ചെയ്ത് നല്ല കട്ടിയായിട്ട് ഇത് ഒട്ടിച്ചെടുക്കേണ്ടതാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒട്ടിക്കുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം, പീകോക്കിൻ്റെ ഫെദറിൻ്റെ ആംഗിൾ നോക്കിയിട്ട് വേണം ഒട്ടിച്ചെടുക്കാനായിട്ട് പേപ്പർ. അപ്പോൾ അത് അപ്സൈഡ് ഡൗൺ കറക്റ്റ് വൃത്തിയായിട്ട് ആ ഷേപ്പിൽ വരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ആ ഷേപ്പ് എന്നാലേ അതിൻ്റെ ഭംഗിയായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഓരോന്ന് എടുത്ത് ഓരോ സ്ട്രിപ്സും എടുത്ത് ആ ഗ്യാപ്സിലെല്ലാം നമ്മൾ ക്രമേണ ഫില്ല് ചെയ്ത് കുട്ടികൾക്കൊക്കെ ചെറിയ കുട്ടികൾക്കൊക്കെ ചെയ്ത് എടുക്കാൻ പറ്റിയ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വർക്കാണിത്. ഒരു 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ എൻ്റെ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്, ചെയ്യിപ്പിച്ചിട്ടുമുണ്ട്. അതിനുശേഷം ഇത് ഫ്രെയിം ചെയ്തൊക്കെ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് നല്ലൊരു ഗിഫ്റ്റായിട്ടും കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഗ്രീൻ കളറിൽ തന്നെ ഇതിപ്പോൾ ഞാൻ ഡാർക്ക് ഗ്രീൻ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ ലൈറ്റ് ഗ്രീൻ്റെ പേപ്പർ സ്ട്രിപ്സും നിങ്ങൾക്കിതിൽ ഇടയ്ക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് പല കളർ കോൺട്രാസ്റ്റും ഇതിൽ അപ്ലൈ ചെയ്താൽ
കൂടുതൽ ഭംഗി ഇതിനുണ്ടാവും. പിന്നെ ഇത് ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ഭംഗിയാക്കാനായിട്ട് ഇതിലാദ്യം കളറിങ് വേണമെങ്കിൽ കൊടുക്കാം, നിർബന്ധമില്ല. അതായത് ആ പീക്കോക്കിൻ്റെ ഐ വരുന്ന ഭാഗത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് ക്രയോൺസോ സ്കെച്ച് പെന്നോ വെച്ചിട്ട് കളേഴ്സും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ചെയ്തിട്ടില്ല, കാരണം ഞാൻ ആ ഗ്യാപ്സ് എല്ലാം ഫില്ല് ചെയ്യാം പേപ്പർ വെച്ചിട്ട് തന്നെ എന്നുള്ള ഒരു ഐഡിയയിലാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് കൂടുതൽ അത് ഫില്ലാക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്കെച്ച് പെന്നൊക്കെ ഉപയോഗിച്ച് ഫില്ലിങ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ലീവ്സിൻ്റെ ഡിസൈനൊക്കെ ഉണ്ട്, അപ്പോൾ അതിൽ സ്കെച്ച് പെൻ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്യാമെന്ന് മാത്രം. ഞാൻ ചെയ്യണു എന്നേ ഉള്ളൂ. പക്ഷേ ഞാനിവിടെ ശരിക്കും പേപ്പർ വെച്ചിട്ട് തന്നെയാണ് അത് ഫിക്സ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പേപ്പർ വയ്ക്കുമ്പോൾ നമ്മൾ ക്വില്ലിംഗ് ടൂൾ ഉപയോഗിച്ചിട്ട് ക്വില്ലിംഗ് ചെയ്തിട്ടുള്ള പേപ്പർ സ്റ്റിക്ക് ഇതാണ്, ഡിസൈൻസാണ്, പാറ്റേൺസാണ് ഞാനിവിടെ വേറൊരു വീഡിയോയിൽ ക്വില്ലിംഗ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയതായിട്ട് ക്രാഫ്റ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ആർക്കാണെങ്കിലും അത് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഇതുപോലെ ക്വില്ലിംഗ് ചെയ്തിട്ടുള്ള പേപ്പർ സ്ട്രിപ്സാണ് അതെല്ലാം. ടിയർ ഡ്രോപ്സ് എന്നാണ് ഈ ഒരു ഷേപ്പിനെ നമ്മൾ പറയുക. ഇത് ഞാൻ ഒരു ലീഫ് മോഡലിലാണ് അത് സെറ്റ് ചെയ്യുന്നത്. ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് അവിടെയൊക്കെ ലീഫ് പോലെ ക്വില്ലിംഗ് ചെയ്തിട്ടുള്ള പേപ്പർ സ്ട്രിപ്സ് നമുക്ക് വെച്ച് ഫിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് കട്ടിയായിട്ട് വയ്ക്കുമ്പോൾ അത്രയും ഭംഗിയായിട്ടത് വരും. അപ്പോൾ ആദ്യം തന്നെ കുറച്ചധികം നമ്മൾ ക്വില്ലിംഗ് പേപ്പർ വെച്ചിട്ട് അല്ലെങ്കിൽ പേപ്പർ സ്ട്രിപ്സ് വെച്ചിട്ട് നമ്മളിതുപോലെ ലീഫ് ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമ്മൾ എവിടേക്കാണ് നമ്മൾ ലീഫ് ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെയെല്ലാം ഗ്ലൂ വെച്ചിട്ട് ലീഫ് ഫിക്സ് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടിയും എളുപ്പമുണ്ടാവുക വർക്കൗട്ട് ചെയ്യാനായിട്ട്. കുട്ടികൾക്ക് ഇനി വെക്കേഷനൊക്കെ ആണല്ലോ വരുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല വർക്കുകളൊക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുത്താൽ അവർക്ക് അവരുടെ ലിഷർ ടൈം വളരെ ഹാപ്പി ആയിട്ട് നല്ലൊരു കാര്യങ്ങൾ ചെയ്ത് ഇൻവോൾവ് ആയിട്ടിരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ പാരൻസിനും ഇതുപോലത്തെ വർക്കുകളൊക്കെ കാണിച്ചു കൊടുക്കാനും അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കാനും ഇത് വളരെ എളുപ്പമായിട്ടുള്ള ഒരു വർക്കാണ്. ഈ സൈഡിലും രണ്ട് സൈഡിലും നമുക്ക് ലീഫിൻ്റെ പൊസിഷൻസ് വന്നിട്ടുണ്ട്, ഡിസൈൻസ് വന്നിട്ടുണ്ട്. അവിടെയൊക്കെ നമുക്ക് ഈ ലീഫിൻ്റെ പാറ്റേൺസ് വെച്ച് കൊടുക്കാം. ഈ പേപ്പറിൽ നമുക്ക് ഇതേ ഷേപ്പ് പലതരം കളേഴ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ലീഫിൻ്റെ തന്നെ പല പേപ്പർ സ്ട്രിപ്സ് നമ്മൾ ഇതാക്കുക, എന്നിട്ട് നമുക്ക് അതെല്ലാം ഫിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കണ്ടോ, ഇതിപ്പോൾ ഞാൻ ഈ ഫെദേഴ്സ് ഉണ്ടാക്കിയത് ഗ്യാപ്സ് വളരെ കുറച്ചിട്ടാണ്, ഗ്യാപ്സ് എല്ലാം മാക്സിമം കവർ ചെയ്ത് കഴിഞ്ഞു എന്നിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കൂടുതൽ ലീഫ് വേണമെങ്കിൽ നമുക്കിവിടെ വയ്ക്കാം. നമുക്ക് അതേ ഡിസൈൻ പ്രിൻ്റ് ചെയ്ത സ്ഥലത്ത് തന്നെ വെക്കണമെന്നൊന്നുമില്ല. നമ്മുടെ ഐഡിയ വെച്ചിട്ട് നമുക്കതെല്ലാം ഫില്ല് ചെയ്തെടുക്കാവുന്നതാണ്. എത്രയും തിക്കായിട്ട് ചെയ്യുമ്പോൾ അത്രയും നന്നായിരിക്കും. പിന്നെ ചെറിയതാണെങ്കിലും വലിയതാണെങ്കിലും ആ ഷേപ്സ് സൈസിൽ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അത് വിഷമിക്കേണ്ട ആവശ്യമില്ല. അതൊരു ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ വൃത്തികേടായിട്ട് തോന്നില്ല. കാരണം അത് ഭംഗിയായിട്ട് തന്നെ ഇരിക്കും. ലീഫ് ഇപ്പോൾ വലിയ ഷേപ്പും ചെറിയ ഷേപ്പൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് നമ്മുടെ സൗകര്യത്തിന് കിട്ടുന്ന പോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പ്രത്യേകിച്ച് കുട്ടികളാവുമ്പോൾ അവർ വിചാരിക്കും എല്ലാം ഒരേ ഷേപ്പ് വന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടാവില്ലേ. അങ്ങനെയില്ല. ലീഫിൻ്റെ കാര്യത്തിലാവുമ്പോൾ ചെറിയ ലീഫും വലിയ ലീഫൊക്കെ നമുക്ക് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. നമ്മൾ ചെയ്യുന്നത് നീറ്റായിട്ടിരിക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ ഭംഗിയായിട്ട് ഒട്ടിച്ചെടുക്കുക. അത് അറേഞ്ച്മെൻറ്റും അതിൻ്റെ സെറ്റിങ്സും അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് ക്വില്ലിംഗ് ടൂൾ വെച്ചിട്ടാണ് ഞാൻ ഈ ലീഫൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ക്വില്ലിംഗ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ അത് കുട്ടികൾക്കും ആർക്കും താല്പര്യമുള്ളവർക്കൊക്കെ അത് കണ്ട് പഠിക്കാവുന്നതാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എല്ലാ വർക്കും ഫുൾ കംപ്ലീറ്റഡ് വർക്ക് ഇത് ഈ വീഡിയോയിൽ മാത്രമായിട്ട് ഉൾപ്പെടുത്താൻ എനിക്ക് പറ്റില്ല, കാരണം വീഡിയോൻ്റെ ലെങ്ത്ത് കൂടാണ്. അപ്പോൾ ബാക്കിയുള്ള പോർഷൻ ഞാൻ പാർട്ട് 2-ൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിലിനി നമുക്ക് ഫ്ലവേഴ്സൊക്കെ ഒട്ടിക്കാനുണ്ട്, പിന്നെ പീക്കോക്കിൻ്റെ ഫെദറിലുള്ള സെൻറ്റർ പോർഷൻ ചെയ്തെടുക്കാനുണ്ട്. ഇത്രയും ഞാൻ കുറേയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കിയെടുക്കുക. ഇത് ഫ്ലവേഴ്സ് ചെയ്യാനായിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്, ഫില്ലിംഗ് ട്യൂബ് വെച്ചിട്ട് തന്നെ. ഇതെല്ലാം ഒട്ടിക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെയുള്ളത് ഡീറ്റെയിലായിട്ട് അടുത്ത വീഡിയോയിൽ കാണാൻ പറ്റുന്നതാണ് എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും ഇതുവരെ ചെയ്തത് പോലെ നിങ്ങൾക്കും ഇതുപോലൊരു പിക്ചർ എടുത്ത് നിങ്ങൾക്ക് പേപ്പേഴ്സ് അറേഞ്ച് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ കൂട്ടുകാരെല്ലാവരും ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ഞാൻ ക്രാഫ്റ്റിൻ്റെ ഇനി പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. എനിക്ക് നേരം കിട്ടാത്ത കാരണമാണ്. ഞാൻ വളരെ ബിസിയായ ഒരു ലേഡിയാണ്. ഒരുപാട് ക്ലാസ്സുകളൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് ക്രാഫ്റ്റിന് ബേസ് ചെയ്തിട്ട്. ഞാനൊരു ടീച്ചറുമാണ് ക്രാഫ്റ്റിൻ്റെ. അതുകൊണ്ടാണ് എനിക്ക് സമയം കിട്ടാത്തത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാനൊന്നും. ഇന്ന് സമയം കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനിതൊന്ന് പോസ്റ്റ് ചെയ്തിടാം, ഇന്ന് ഓൺലൈനിലുള്ള എൻ്റെ കൂട്ടുകാർക്ക് പോസ്റ്റ് ചെയ്തിടാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിന്ന് ചെയ്തത്. അപ്പം എല്ലാവരും സഹകരിക്കുമല്ലോ. എൻ്റെ സംസാരത്തിൽ മുഴുവൻ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ വീഡിയോയിൽ നിങ്ങൾക്ക് മുഴുവൻ മനസ്സിലാവും എന്താണ് ഞാനിവിടെ വർക്കൗട്ട് ചെയ്യുന്നത് എന്നുള്ളത്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ക്ഷമിക്കുക.